ബ്ലെസ്സിങ്സ് ആൻഡ് വെൽക്കം. ഇന്ന് നിങ്ങളോട് മഞ്ഞിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവവചനത്തിൽ നിന്ന്. ഹല്ലേലൂയ. മഞ്ഞ് എന്താണ് ദൈവവചനത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഹല്ലേലൂയ. ഡ്യൂ ആൻഡ് സ്നോ നമുക്ക് കാണാൻ കഴിയും, ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ്സ് റെപ്രസെൻറ്റ്സ് ഗോഡ്സ് റിഫ്രഷ്മെൻറ്റ്സ്, ഗോഡ്സ് ഫേവർ ആൻഡ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്, എ ക്വയറ്റ് ബ്ലെസ്സിങ്സ്. മഴ പോലെ വലിയ ശബ്ദത്തോടെ ഒന്നും അല്ല പെയ്യുന്നത്. ഒരു മഞ്ഞ് നമ്മുടെ പുറത്ത് വീണാലോ ഒന്നും നമുക്ക് ശബ്ദം പോലും കേൾക്കാൻ കഴിയില്ല. മഞ്ഞ് അതുപോലെ നൈസായിട്ടാണ് പെയ്തിറങ്ങുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ലൈഫ് ഫ്രം ഹെവൻ. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഞാനത് വായിക്കാം. ജെനസിസ് 27:28. ദൈവം ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. ഹോശേയാവ് 14:5 നമുക്ക് കാണാൻ കഴിയും, ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലെബനോന്റെ വനം പോലെ വരൂന്നും. മഞ്ഞ് പോലെ ഇരിക്കും. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്ന ദൈവം? മഞ്ഞ് പോലെ ഞാൻ ഇരിക്കും, ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും. എന്താണ് ദൈവം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഞാൻ നിത്യമായ ബ്ലെസ്സിങ് ആയിരിക്കും ഇസ്രായേലിനെന്ന്. ഞാനാണ് അവരുടെ ബ്ലെസ്സിങ്. ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എപ്പോഴെല്ലാം ഇസ്രായേൽ ദൈവത്തെ നിരാകരിച്ചോ, അന്യദേവന്മാരിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് പോയോ, അവരെല്ലാം തകർക്കപ്പെട്ടതായിട്ട് കാണാം. പക്ഷേ എപ്പോഴേക്ക് അവർക്ക് മാനസാന്തരം ഉണ്ടായി തിരിച്ചു വന്നോ, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് അവരുടെ മേൽ മഞ്ഞ് പോലെ ഇറങ്ങി. ദൈവം പറയുകയാണ്, ഞാൻ മഞ്ഞ് പോലെ ഇരിക്കും. സ്നോ റെപ്രസെൻറ്റ്സ് പ്യൂരിറ്റി, ക്ലെൻസിങ് ആൻഡ് ട്രാൻസ്ഫോമിങ് പവർ ഓഫ് ഗോഡ്സ് വേർഡ്. ഐസയ 1:18 നമുക്ക് കാണാം, രക്താംബരം പോലെ ഇരിക്കുന്ന നിന്റെ പാപങ്ങളെ ഐ വിൽ മേക്ക് ഇറ്റ് വൈറ്റ് ആസ് സ്നോ. നിന്റെ രക്താംബരം പോലെ ഇരിക്കുന്ന പാപങ്ങളെ ഐ വിൽ മേക്ക് ഇറ്റ് ടു വൈറ്റ് ആസ് സ്നോ. സ്നോ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്യൂരിറ്റിയെ കാണിക്കുന്നു. യെശയ്യാവ് 55:10-11 വായിക്കുമ്പോൾ ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് ഗോഡ്സ് സോവറിനിറ്റി. ദൈവത്തിൻ്റെ സോവറിനിറ്റി. ഹി പോഴ്സ് ഔട്ട് സ്നോ ഫ്രം ഹെവൻ. ചുരുക്കി പറഞ്ഞാൽ ഡ്യൂ ആൻഡ് സ്നോ റെപ്രസെൻറ്റ്സ് ഗോഡ്സ് ജെന്റിൽ റിഫ്രഷ്മെൻറ്റ് ആൻഡ് ക്ലെൻസിങ്. ദൈവത്തിൻ്റെ ആ നിത്യമായ അനുഗ്രഹം പെയ്തിറങ്ങുന്ന പോലെ നിങ്ങളുടെ മേൽ അനുഗ്രഹം പെയ്തിറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു മഞ്ഞ് പോലെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ദൈവം ഇറക്കട്ടെ, ഈ മിനിസ്ട്രിയുടെ മേൽ ഇറക്കട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഭവനത്തിൽ ഇറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.